അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നീർദോശ. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 കപ്പ് അരിപ്പൊടിക്ക് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ നമ്മുടെ ദോശ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ കയ്യിൽ വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരം മൂടി വെച്ചാൽ നമ്മുടെ നീർദോശ ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ അതാ നമ്മുടെ നീർദോശ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ കറികളും കൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ശരി, ബൈ.